അബുദാബിയിലെ ഭരത് മുരളി നാടകോത്സവത്തിൽ 6 അവാർഡുകൾ വാരിക്കൂട്ടിയ നാടകം. ദുബൈയിലെ മലയാളി കലാകാരന്മാരൊരുക്കിയ ജീവൻ്റെ മലാഖ. നാടകം തീർന്നാലും സീറ്റ് വിട്ടു പോകാൻ കഴിയാത്ത വിധം ഹൃദയസ്പൃക്കായ ആ നാടകത്തിൻ്റെ കാഴ്ചകൾ പങ്കുവെക്കുകയാണ് അബ്ബാസ് മുഹമ്മദ്. അരങ്ങിൽ നാടകമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. അത് പലതിനെയും ചോദ്യം ചെയ്തു, അധികാരത്തെയും ഹുങ്കിനെയും എല്ലാം. എവിടെ എൻ്റെ അച്ഛൻ എന്ന കുഞ്ഞ് കരഞ്ഞു ചോദിച്ചത് തറച്ചത് ഓരോരുത്തരുടെയും ചങ്കിലാണ്. അധികാരം അതിൻ്റെ രൗദ്രഭാവങ്ങളെടുത്ത് ഉറഞ്ഞു തുള്ളി. ഒടുവിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിറഞ്ഞ കയ്യടികളോടെ വരവേറ്റു സദസ്സ്. വേദി വിട്ടിറങ്ങുമ്പോൾ അവർക്കുള്ളിൽ അതിൻ്റെ അലകളുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ UAE ഇവിടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ലൈവായിട്ടൊരു ഡ്രാമ കാണാൻ പറ്റിയത്. എല്ലാ ആക്ടേഴ്സും എനിക്ക് എല്ലാവരും പേരറിയില്ല, പക്ഷെ പേഴ്സണലി കുറച്ച് പേരുണ്ട് മനസ്സിൽ തങ്ങിയ ഒരു ഷാജഹാനെ പറ്റി കുറേ കേട്ടിരിക്കണു നടനായിരുന്ന കാലം തൊട്ട്. സോ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും ബ്രില്യൻ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്തു. സെറ്റൊക്കെ വളരെ അൺബിലീവബിളായ ഒരു സെറ്റും ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് പറയാനുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വാസ് അൺബിലീവബിൾ. വളരെ നല്ലൊരു നാടകീയ എക്സ്പീരിയൻസ്, വർത്ത് ഇറ്റ്. ഈ 6 അവാർഡ്സ് ഇത് അർഹിക്കുന്നു. പറയാൻ വാക്കുകളില്ല. സത്യം ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. സത്യത്തിൽ അബുദാബി കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. റിയലി ഒന്നും പറയാനില്ല. ശരിക്കും നമുക്ക് പറയില്ല, ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയില്ലേ, എല്ലാ സെൻസസും കൊണ്ടും നമ്മൾ അബ്സർവ് ചെയ്ത് കാണേണ്ട ഒരു മാജിക്കൽ മൊമെൻറ്റ്. ശരിക്കും ഒരു ട്രീറ്റ്, വണ്ടർഫുൾ. ഹാറ്റ്സ് ഓഫ് ടു ദ ക്രൂ. ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു നാടകം ലൈവായിട്ട് കാണുന്നത്. അത് എവറി മൊമെൻറ്റ് നമുക്കത് എൻജോയ് ചെയ്യാനും അവരെന്താണോ നമ്മളോട് പാസ് ചെയ്യുന്നത് അത് നമുക്ക് ആ ലൈറ്റിലൂടെയും സൗണ്ടിലൂടെയും അവരുടെ അഭിനയത്തിലൂടെയും അത് നമുക്ക് കറക്റ്റായിട്ട് ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അടിപൊളി. ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ നമ്മൾ എന്നും പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. നമ്മളൊരു എല്ലാവരും കൂടിയിട്ടൊരു കൂട്ടായ്മയിൽ വെച്ചിട്ടൊരു നല്ല നാടകം ഉണ്ടാക്കുക. അത് തികച്ചും വൈകാരികമായിരിക്കണം, എല്ലാവർക്കും ഹോണ്ടിങ് ആയിരിക്കണം. ആളുകളത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. പിന്നെ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം. അങ്ങനെ ചുമ്മാ ഒരു കളിയാവരുത്, നല്ലൊരു കളിയാവണം എന്നുള്ള രീതിയിൽ മാത്രം ഉണ്ടാക്കിയൊരു നാടകമാണ്. വളരെ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളാണത്. ഒരു 35 വയസ്സുള്ള ഒരാൾ ഒരു 5 വയസ്സ് അല്ലെ 6 വയസ്സിൻ്റെ ഒരു ബുദ്ധിയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത്, ഡയറക്ടർ ഷാജഹാൻ അതിനെ മോൾഡ് ചെയ്ത ഒരു രീതി എന്ന് പറയുമ്പോൾ ഒരു നമ്മളിങ്ങനെ കല്ലിൽ ചെത്തിയെടുക്കുന്നത് പോലെ നമ്മളതിനൊരു ശില്പി ഇതിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നൊരു സാധനമാണ്. നന്നായി ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. ആദ്യമൊക്കെ എനിക്കറിയില്ല, കുറച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കണ മാതിരി ഉണ്ടായിരുന്നു. പിന്നീട് ശരിക്കും ആ കഥാപാത്രത്തിലേക്ക് വീഴുന്ന പോലെ എനിക്ക് തോന്നി. അത് വല്ലാതെ എന്നെ സ്പർശിച്ചു എന്ന് പറയാം. ശരിക്കും പിന്നെ എക്സൈറ്റഡ്, പിന്നെ വീണ്ടും നെർവസ്, പിന്നെ വീണ്ടും എക്സൈറ്റഡ്.
ഇമോഷൻസ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് യു എയിലെ ആർട്ടിസ്റ്റുകളെയൊക്കെ വന്നിട്ട് നാട്ടിലുള്ളവർ വന്ന് ചൂഷണം ചെയ്യുന്നു, അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചൂഷണം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് കൃത്യമായി കഴിവുള്ള കലാകാരന്മാർ, സംവിധായകന്മാർ, രചയിതാക്കളൊക്കെ യു എയിലുള്ളത് ഭരതമുരളി പോലുള്ള നാടകങ്ങൾക്ക് ഉപകാരം തന്നെയാണ്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും പരമാധികാരം. ഇത് ഏത് നാട്ടിൽ നടക്കുന്ന നാടകമാണ്, അല്ല ഏതാണ് പ്ലോട്ട് എന്ന് നമുക്ക് വ്യക്തമല്ല. റഷ്യയാണോ അതോ ഹിമാലയാണോ ഒന്നും വ്യക്തമല്ല. ഒരു തണുപ്പ് സ്ഥലം എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ രീതിയിലൊരു യൂണിവേഴ്സൽ ഫീലുള്ള കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്യണം എന്നായിരുന്നു സംവിധായകൻ ആദ്യമേ പറഞ്ഞിരുന്നത്. അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ പിന്നീട് ടെക്സ്ചേഴ്സിലും കളേഴ്സിലും പ്ലേ അറൗണ്ട് ചെയ്തിട്ടാണ് അങ്ങനെ അത് സെറ്റ് ചെയ്തത്. പിന്നെ വിവിധ തരം കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ. ഇതിലിപ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ആ കോടതിയിൽ വന്നിരിക്കുന്ന കോസ്റ്റ്യൂംസ് ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് അല്ല വക്കീലന്മാരുടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുക? അപ്പോൾ ഒരു പ്രിമിറ്റീവായിട്ടുള്ള നിയമ സിസ്റ്റത്തിനെ അഡോപ്റ്റ് ചെയ്ത് ചെയ്യണം എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ഗ്രീക്ക് തോഗാസ് അവരെ കൊണ്ട് ഇടിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് കോൺസെപ്ച്വലൈസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. അബുദാബിയിൽ നടന്ന 13ാമത് ഭരത് മുരളി നാടകോത്സവത്തിൽ 6 പുരസ്കാരങ്ങൾ നേടിയ നാടകമാണ് ജീവൻ്റെ മാലാഖ. തിയേറ്റർ ദുബൈ ഇൻ്റർനാഷണലാണ് നാടകം അരങ്ങിലെത്തിച്ചത്. വീക്കെൻഡ് റിവ്യൂവിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്.